ആപ്കി അദാലത്തിൽ ബിസിനസ് ടൈക്കോൺ വിജയ് മല്യയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒരു കളർഫുള്ളായ വ്യക്തിയാണ് എന്നുള്ളതാണ്. വിജയ് സാർ, താങ്കളുടെ ചൈൽഡ്ഹുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പേപ്പറിൽ വായിച്ചിരുന്നു. അതിലെന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ താങ്കൾ ഒരു പണക്കാരനായ അച്ഛന്റെ സ്പോയിൽ സൺ ഓഫ് എ റിച്ച് ഫാദർ. പണക്കാരനായ അച്ഛൻ്റെ സ്പോയിൽ സൺ അല്ലേ? എൻ്റെ അച്ഛൻ പണക്കാരനായിരുന്നു, പക്ഷേ ഞാനൊരിക്കലും ഒരു രാജകുമാരനായിരുന്നില്ല. എൻ്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റായ ഒരാളായിരുന്നു. താങ്കളുടെ അടുത്ത് അങ്ങനെ നടന്നാലല്ലേ പറ്റൂ. ഞാൻ വികൃതിയൊന്നും കാണിച്ചിട്ടില്ലെന്ന് പറയുന്നില്ല. ഇപ്പോഴും ഞാൻ കുറച്ച് വികൃതിയൊക്കെ കാണിക്കാറുണ്ട്. ബട്ട് ഐ വാസ് സ്പോയിൽഡ് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം എൻ്റെ അച്ഛൻ വളരെ ഹൈ സ്റ്റാൻഡേർഡാണ് എനിക്ക് സെറ്റ് ചെയ്ത് തന്നത്. അതിനുവേണ്ടി ഞാൻ വളരെ കഠിനമായി അധ്വാനിക്കേണ്ടതുണ്ടായിരുന്നു. താങ്കളുടെ അച്ഛൻ താങ്കൾക്ക് 400 രൂപ ശമ്പളം തരുന്നെന്ന് കേട്ടു. അതെ, അന്ന് എനിക്ക് 400 രൂപയായിരുന്നു ശമ്പളം. അതെനിക്ക് കിട്ടിയിരുന്നു. പക്ഷേ ആ ശമ്പളം എനിക്ക് 3-4 വർഷത്തോളം കൂടിയിട്ടുമില്ല, കുറഞ്ഞിട്ടുമില്ല. ശരിക്കും വഴക്കം കേൾക്കുമായിരുന്നു അല്ലേ? അച്ഛൻ്റെ അടുത്ത് നിന്ന് എനിക്ക് എപ്പോഴും വഴക്ക് കേട്ടുകൊണ്ടേയിരുന്നു. പക്ഷേ അമ്മ എപ്പോഴും എന്നോട് സ്നേഹത്തോടെ ഓരോന്ന് പറഞ്ഞു തന്ന് മനസ്സിലാക്കി തരുമായിരുന്നു. പക്ഷേ അവസാനം എല്ലാ കാര്യങ്ങളും എല്ലാം ഓക്കെയായി. താങ്കൾ പറയുന്നത് പോലെ താങ്കളുടെ അച്ഛൻ വളരെ സ്ട്രിക്റ്റായ 400 രൂപ ശമ്പളം തരുന്ന, അതുപോലെ താങ്കൾ ഏതെങ്കിലും ഒരു ലെറ്റർ എഴുതുകയാണെങ്കിൽ ആദ്യം അദ്ദേഹം അത് വായിച്ചിട്ട് മാത്രമേ അയക്കാറുള്ളൂ എന്നും കേട്ടു. ആ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ആയിട്ട് പോലും താങ്കൾ എങ്ങനെയാണ് ഇങ്ങനെ മാറിയത്? അച്ഛൻ ആദ്യം എന്നെ അതിഥ വിഹാറിലേക്കാണ് അയച്ചിരുന്നത്. അതിനുശേഷം പിന്നെ ഷാജപൂർ, ഉത്തർപ്രദേശിലേക്ക് അയച്ചു. ഞാൻ അച്ഛൻ്റെ അടുത്ത് വണ്ടി വേണമെന്ന് ആവശ്യപ്പെട്ടു. തരാൻ പറ്റില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പകരം എനിക്കൊരു സൈക്കിൾ തന്നു. അപ്പോൾ തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. പക്ഷെ ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതിൽ ഒരു കാര്യം അറിഞ്ഞു, താങ്കളുടെ മകൻ്റെ അടുത്ത് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടില്ല. അല്ലല്ല, ഞാൻ നല്ല സ്ട്രിക്റ്റ് തന്നെയാണ്. അതുമാത്രമല്ല, ഈ കാലഘട്ടത്തിൽ 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ എനിക്കൊരു റൂമിനുള്ളിൽ അടച്ചിടാൻ പറ്റത്തില്ല. അവൻ ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ഇപ്പോൾ കോളേജിൽ പോകുന്നു, വീണ്ടും ബോർഡിംഗ് തന്നെയാണ്. സോ ബോർഡിങ്ങിൽ ഇൻബിൽറ്റായിട്ട് ഡിസിപ്ലിൻ ഉണ്ട്. അവൻ അവിടുന്ന് ലീവിന് വരുമ്പോൾ പാർട്ടിയിലൊക്കെ എൻജോയ് ചെയ്യാറുണ്ട്. ഈ പ്രായത്തിലല്ലാതെ പിന്നെ വേറെ എപ്പോഴാണ് എൻജോയ് ചെയ്യുക? പക്ഷേ താങ്കളുടെ അച്ഛൻ താങ്കൾക്ക് 25 വയസ്സ് വരെ ഒരു സൈക്കിൾ പോലും വാങ്ങിച്ചു തന്നില്ല. പക്ഷേ താങ്കളുടെ മകന് 18 വയസ്സിനുള്ളിൽ തന്നെ ഒരു എയർക്രാഫ്റ്റാണ് ഗിഫ്റ്റായിട്ട് കൊടുത്തത്. അവനൊരു പാവമാണ്, അവന് വണ്ടി പോലും ഓടിക്കാൻ അറിയില്ല. നിങ്ങൾ എയർക്രാഫ്റ്റിനെ പറ്റിയൊക്കെ ചോദിക്കുന്നു. ഞാൻ അവൻ്റെ പിറന്നാളിനന്ന് എൻ്റെ എയർലൈൻ ലോഞ്ച് ചെയ്തു. പക്ഷേ മീഡിയക്കാരൊക്കെ അത് അവന് ഞാൻ കൊടുത്ത ഗിഫ്റ്റാണെന്ന് പറഞ്ഞു. സോ ഇതേ മീഡിയ തന്നെയാണ് എൻ്റെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ അങ്ങനെ തിക് സ്കിന്നായി. മീഡിയയെ സന്തോഷപ്പെടുത്താൻ താങ്കളുടെ ലൈഫ് സ്റ്റൈലും ചേഞ്ച് ചെയ്യാമല്ലോ. അത് ഞാൻ മീഡിയക്കാരെ സന്തോഷപ്പെടുത്താനായിട്ട് പോയിട്ട് അവസാനം എൻ്റെ തലയെ മണ്ണ് വാരിയിടുന്ന പോലെ ആവില്ലേ? ഞാൻ പിന്നെ വർക്ക് ഹാർഡ്, അതുപോലെ പ്ലേ ഹാർഡ്, ഈ ഫിലോസഫിയിലാണ് ഞാൻ എൻ്റെ ജീവിതം ജീവിക്കുന്നത്. ഐ ലിവ് ഇൻ ദാറ്റ് വേ. എക്സ്പെൻസീവ് കാറിൽ ചുറ്റുന്നത്, റേസിംഗ് ഇഷ്ടപ്പെടുന്ന വ്യക്തി, കുതിരയിൽ ചുറ്റിക്കറങ്ങുന്ന ആള്, ഹൈ ഫ്ലൈ ലൈഫ് ജീവിക്കുന്ന ആൾ. പക്ഷെ താങ്കളിപ്പോൾ പറയുന്നു വളരെ അധ്വാനിക്കുന്ന വ്യക്തിയാണെന്ന്. അതെ, അത് പിന്നെ ഫാസ്റ്റ് കാർസ്, റേസ് ഹോഴ്സസ്, എക്സെട്ര എക്സെട്ര, അതൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇങ്ങനെയൊക്കെയുള്ള ഹോബികളൊക്കെ ചെയ്യാനായിട്ടുള്ള കാശ് നമ്മൾ സമ്പാദിച്ചാലേ പറ്റുള്ളൂ. അതല്ലേ അച്ഛൻ സമ്പാദിച്ചു വെച്ചിട്ട് പോയത്? അതെ, ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്ക് സമ്പാദിച്ചു വെച്ച കാര്യത്തെപ്പറ്റി പറഞ്ഞു പോവുകയാണെങ്കിൽ, ഞങ്ങൾ ജീവിക്കുന്ന ലൈഫ് സ്റ്റൈലിന് അദ്ദേഹം സമ്പാദിച്ചു വെച്ചത് എപ്പോഴേ കാലിയായി കാണും. പക്ഷെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ശരിക്കും അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ചെലവാക്കുന്നത്. ഇക്കാര്യം സത്യമാണോ? താങ്കളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ബിസിനസ് എല്ലാം താങ്കളുടെ കൈവശം വന്നു, താങ്കളെ ചെറിയ പ്രായത്തിൽ തന്നെ ചെയർമാനുമാക്കി. പക്ഷേ എല്ലാവരും ആ സമയത്ത് പറഞ്ഞത് ഈ പയ്യൻ ഈ കമ്പനി നശിപ്പിച്ചേ അടങ്ങൂ എന്നാണ്. ആ പറഞ്ഞത് വളരെ ശരിയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിലും പക്ഷേ അന്ന് യൂബിയുടെ ഷെയർ 19% ഇന്നത് 500 മേലിലാണ്. സോ
അത് തന്നെ വ്യക്തമല്ലേ? ഇതിൽ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ താങ്കൾക്ക് എങ്ങനെ ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നു? താങ്കൾ ജോലി ചെയ്ത് ആരും കണ്ടിട്ടില്ല. എപ്പോ നോക്കിയാലും താങ്കൾ ഏതെങ്കിലും പാർട്ടിയിൽ കാണാം. ഞാൻ റെക്കോർഡ് നോക്കി, അതിൽ മുംബൈയിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോയിലേക്ക് 36 പ്രാവശ്യമാണ് താങ്കൾ യാത്ര നടത്തിയിരിക്കുന്നത്. അതെ, അത് സത്യം തന്നെയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് മീഡിയ മീഡിയ എൻ്റെ പുറകെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു ഈ പാർട്ടിയിലൊക്കെ. ഇതിലെ വിഷമമുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവർ ഓഫീസിൽ വരാറില്ല. അതുകൊണ്ട് എല്ലാ ആളുകളുടെയും കാഴ്ചപ്പാടിൽ ഞങ്ങൾ പാർട്ടി മാത്രം നടത്തുന്ന ആൾക്കാരായിട്ടാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മീഡിയക്കാർക്ക് ഇൻവിറ്റേഷൻ കൊടുക്കാൻ തയ്യാറാണ് ഓഫീസിൽ വന്ന് കാണാൻ വേണ്ടിയിട്ട്. അവിടെയും എന്തൊക്കെ ജോലി നടക്കുന്നുവെന്ന് വന്ന് കാണട്ടെ. മീഡിയയിൽ ഞാനൊരു കോൺട്രവേഴ്സി കണ്ടിരുന്നു. താങ്കൾ കിങ് ഫിഷറിന്റെ കാലണ്ടർ എടുത്തപ്പോ ഒരു വലിയ മോഡലിനെ താങ്കൾ സ്വിം സൂട്ടിലാണ് കാണിച്ചിരിക്കുന്നത്. അതെ, സ്വിംസ്യൂട്ടും ഒരു ഡ്രസ്സ് തന്നെയാണ്. ആരെങ്കിലും കടലിൽ കുളിക്കാൻ പോവുകയാണെങ്കിൽ ചുരിദാറിട്ടുകൊണ്ട് പോവില്ലല്ലോ. പക്ഷെ താങ്കൾ കൂട്ടിക്കൊണ്ട് പോകുന്നതിന് ആ കടൽ തീരത്തേക്കല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാടെടുത്ത് നോക്കുകയാണെങ്കിൽ 3 സൈഡും കടൽ തന്നെയല്ലേ? പക്ഷെ ഞാൻ അറിഞ്ഞത് താങ്കൾ ഇപ്രാവശ്യം അവരെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഫോറസ്റ്റിലേക്കാണെന്നാണ്. അതായത് ഫോറസ്റ്റിൽ പോലും ഒരുപാട് പൂൾസ് ഉണ്ടാകും, റിസോർട്ടും ഉണ്ടാകും. പിന്നെ ആ കലണ്ടറിന്റെ പേര് തന്നെ സ്വിംസൂട്ട് സ്പെഷ്യൽ എന്നാണ്. അതുപോലെ ഇപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാണ്. ഞാൻ യങ് ഡിസൈനേഴ്സ്, അപ്കമിങ് ഡിസൈനേഴ്സ്, അവരുടെ അടുത്ത് ഒരുപാട് ഡിസൈൻ ചോദിച്ചിട്ടുണ്ട്. അവരുടെ സ്വിംസ്യൂട്ട് ഡിസൈനാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, കിങ് ഫിഷർ കലണ്ടർ ലോകത്തിലെ ഏറ്റവും വലിയ കലണ്ടർ എന്നുള്ള ഫാബ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. വിജയ് സാർ, താങ്കളെക്കുറിച്ച് മീഡിയ എപ്പോൾ എഴുതിയാലും ശരി, താങ്കളെപ്പറ്റി അവരെഴുതുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, യോട്ടിലാണ് പാർട്ടി കൊടുക്കുന്നത്, രാത്രി തുടങ്ങി വെളുക്കുന്നിടം വരെ അത് തുടരുന്നു, വരുന്നവര് ഡിന്നർ കഴിക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകുന്നെന്നും പറയുന്നു. അത് മീഡിയയും അത് തന്നെയല്ലേ ചെയ്യുന്നത്? അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. താങ്കൾ വളരെ ഹൈ ഫ്ലൈ ആണ്. കിങ് ഫിഷർ എയർ ഫ്ലൈയിങ് ഓണറായി ഞാൻ ലോ ഫ്ലൈയിങ്ങിന് പോകാൻ പറ്റില്ലല്ലോ. ഞാൻ എപ്പോഴും ഹൈ ഫ്ലൈയിങ്ങിൽ തന്നെയാണ്. ഇവിടെ ഇന്ത്യയിൽ മാത്രമാണ് ഇങ്ങനെ ഹിപ്പോക്രസിയൊക്കെ ഉള്ളത്. ഒരാള് അയാളുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അവരെ കാണുന്ന ആൾക്കാരൊക്കെ ക്രിട്ടിസൈസ് ചെയ്യും. നിങ്ങൾ പുറം രാജ്യത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് മില്യനേഴ്സൊക്കെ ഉണ്ട്. അവരുടെ അടുത്തും വലിയ വലിയ യാർഡ്സൊക്കെ ഉണ്ട്, പ്രൈവറ്റ് ജെറ്റ്സ് ഉണ്ട്, അതുപോലെ എല്ലാം ഉണ്ട്. അവരെ പറ്റിയൊന്നും ആരും വലുതായിട്ട് എഴുതാറില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഉടനെ അവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങും. ഇത് നമ്മുടെ ഇവിടുത്തെ രീതിയാണ്. ഇങ്ങനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ താങ്കൾക്ക് ബുദ്ധിമുട്ടാകാറില്ലേ? ഇല്ല, ഇപ്പോ നോക്കുകയാണെങ്കിൽ ഞാനിതെല്ലാം ഒരു ശീലമായിപ്പോയി. അതായത് ഒന്നിനെക്കുറിച്ച് ഞാനിപ്പോൾ ടെൻഷൻ അടിക്കാറില്ല. കാരണം ഞാൻ ഡിഫെൻഡ് ചെയ്ത് ശീലമായിപ്പോയി. അവർക്കൊക്കെ എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് എഴുതട്ടെ. എൻ്റെ കമ്പനി എനിക്ക് റിസൾട്ട് തരുന്നു. എൻ്റെ അച്ചീവ്മെൻ്റ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നു. ആ റിസൾട്ട് വെച്ച് അവർ ജഡ്ജ് ചെയ്യട്ടെ.